ഒരു മനുഷ്യൻ 700 വർഷം ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അവിശ്വസനീയവും അത്ഭുതകരമാണ്. അപ്പോഴാണ് രാമേന്ദ്രൻ സാർ എന്നോട് പറഞ്ഞത് 750 വർഷം കഴിഞ്ഞിട്ടും ജീവിച്ചിരിക്കുന്ന ഒരാളുണ്ടെന്ന്. വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ അവിശ്വസനീയമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ഈ ലോകത്ത് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഇപ്പോൾ കഥയമമയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളായ രാമേന്ദ്രൻ സാറാണ് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ രാമേന്ദ്രൻ സാർ എന്നോട് പറഞ്ഞത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 750 വർഷമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മുടെ ചുറ്റുമുണ്ടെന്നാണ്. ഉള്ളതാണോ രാമേന്ദ്രൻ സാറേ? ഇപ്പോൾ കണക്ക് നോക്കുകയാണെങ്കിൽ 761 വയസ്സ് വരും. 761. കാരണം അദ്ദേഹം ജനിച്ചത് 1263 മീനത്തിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ, കേരളത്തിൽ അകവൂർമന. അകവൂർമന അതെവിടെയാണ്? അകവൂർമന തൃശ്ശൂർ ജില്ലയോ എന്തോ ആണ്. അകവൂർ നാരായണൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്ന എഴുത്തുകാരൻ ഒക്കെ ആയിട്ടുള്ള. അപ്പോൾ ഇദ്ദേഹം പല കാലത്തിൽ ജീവിച്ചിരുന്നതായിട്ട് പത്രവാർത്തകളുണ്ട്. പത്രവാർത്തകളിൽ കഴിഞ്ഞ ദിവസം ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, വിദ്യാസാഗർ ഗുരുമൂർത്തി അമൃതാനന്ദമയിയുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമൃതാനന്ദമയിയുടെ വൈഭവം ആദ്യം കണ്ട ഒരാളായിട്ട് പ്രഭാകര സിദ്ധയോഗിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചു. പ്രഭാകര സിദ്ധയോഗി സംപ്രേഷണം ചെയ്തു. മോഹൻലാലിന്റെ ചിറ്റപ്പൻ മറ്റക്കൽ രാമേന്ദ്രൻ നായരുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു അവതാരം അവിടെ ഉണ്ടായിട്ടുണ്ട്, പൊട്ടിമുളച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം വന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അത്ര വിശ്വാസമൊന്നും ആയില്ല. അത് കഴിഞ്ഞ് മറ്റക്കര രാമേന്ദ്രൻ നായർ പ്രഭാകര സിദ്ധയോഗിയുടെ കൂടെ പോയപ്പോൾ ആ പഴയ കുടില് പോലെയൊക്കെ ഇരുന്ന ആ ഭാഗത്ത് പോയി കഴിഞ്ഞപ്പോൾ ആ അമ്മ ആ ചെറിയ പ്രായത്തിൽ ഓടി വന്നു. കാരണം ഇദ്ദേഹം ഒരു സിദ്ധയോഗിയാണല്ലോ, ഒരു കാന്തിക ആകർഷണം പോലെ ഓടി വന്ന കഥ ഈ പ്രഭാകര സിദ്ധയോഗി. ഈ സംഭവം ചിലപ്പോൾ ഒരു 10-40 വർഷത്തിനപ്പുറം നടന്ന സംഭവമല്ലേ? അതെ. അദ്ദേഹം ജനിച്ചപ്പോഴാന്ന് പറഞ്ഞേ 1260. അപ്പോൾ ഈ സംഭവം 50 വർഷം മുമ്പാണേലും ഈ 1900 ഒരു എത്രയാ 70കളിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇനി കുറച്ച് പത്രവാർത്തകൾ വായിക്കട്ടെ. കേരളത്തിലുണ്ടായത് 1200 ജനിച്ച ആളെ കുറിച്ചോ പത്രവാർത്തകൾ. 1948 ജൂൺ 8 മാതൃഭൂമി പത്രം. 685 വയസ്സായ യതിവൈര്യൻ മട്ടാഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ. അതെന്താ സംഭവം? ശീർഷകം അത് തന്നെയാണ്. കാഴ്ചയിൽ 30 വയസ്സേ തോന്നും. 685 ആയെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ലങ്കോട്ടിയും പൂണൂലുമാണ് വേഷം. ഭക്ഷണവും വെള്ളവും ഒന്നും കഴിക്കുന്നില്ല. മലമൂത്ര വിസർജനവും ഇല്ല. എങ്കിലും ഒരു പ്രയാസവും ഇല്ല. കൊല്ലവർഷം 438, അതായത് 1263. മീനത്തിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ അകവൂർ മനയിലാണ് ജനിച്ചത് എന്ന് പറയുന്നു. 11 കൊല്ലം കടലിനടിയിലാണ് ജീവിച്ചത്. ചെറുമത്സ്യം, കടൽപ്പച്ച ഇതൊക്കെയായിരുന്നു ഭക്ഷണം. 400 കൊല്ലം ഹിമാലയത്തിലുണ്ടായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. ഇതാണ് ഇദ്ദേഹത്തിനെ പറ്റി ആദ്യമായിട്ട് മലയാളത്തിൽ വന്ന പത്രവാർത്ത. അപ്പോൾ 1948 ഉണ്ടായിട്ടാണല്ലോ 1200 ജനിച്ച ആൾ. അതെ. അപ്പോൾ 1986 കേരളത്തിലെ പത്രങ്ങളിൽ വന്ന വാർത്ത. 1986 ഓമല്ലൂർ ശിവപ്രഭാകര സിദ്ധയോഗി നാദക്കുഴി മലയിലെ പ്രഭാകര സിദ്ധാശ്രമത്തിൽ വിടവാങ്ങി. ബുധനാഴ്ച അദ്ദേഹത്തെ സമാധിയിരുത്തും. ഇപ്പോൾ ഈ ഓമല്ലൂരിൽ ഈ സിദ്ധാശ്രമം, ഈ പ്രഭാകര സിദ്ധയോഗിയുടെ ആശ്രമം ഓമല്ലൂരിൽ ഇപ്പോഴും ഉണ്ട്. അവിടെ സമാധിസ്ഥനായി. അവിടെ സമാധി കഴിഞ്ഞിട്ട് പിന്നെയും ജയിച്ചുകൊണ്ടിരിക്കും. തീർന്നില്ല കഥ. 2023 കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ ഒന്ന് സമാധിയായില്ലേ പുള്ളി. 2023 ഡിസംബറിൽ മനോരമയിൽ വന്ന വാർത്ത. ശങ്കരൻ കോവിലിൽ നിന്ന്, തമിഴ്നാട്ടിലെ ശങ്കരൻ കോവിലിൽ പ്രഭാകര സിദ്ധയോഗി പരമഹംസർ വിടവാങ്ങി. സമാധിയിരുത്തൽ പാമ്പാട്ടി സിദ്ധർ ശിവസമാധി മഠത്തിൽ ഇന്ന് നടക്കും.
അഗൗർ മനയിലാണ് അദ്ദേഹം ജനിച്ചത്. പ്രഭാകരൻ എന്ന ഉണ്ണി ഹിമാലയത്തിൽ ഡഹരി എന്ന അഘോരി സിദ്ധൻ്റെ ശിഷ്യനായിരുന്നു. കോട്ടയത്തും പത്തനംതിട്ടയിലും ധാരാളം ശിഷ്യന്മാരുണ്ട്. ഈ ഓമല്ലൂരിലെ കഥ പറഞ്ഞല്ലേ, അവിടെ സമാധിയായ ആളാണ്. ആ കഥകൾ തന്നെയാണ് ഈ ചരമവാർത്തയിലുള്ള പല കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇത് ഇദ്ദേഹത്തിനെ പറ്റി മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്ന സാഹിത്യ അക്കാദമി സെക്രട്ടറിക്ക് ആയിരുന്ന എരുമേലി പരമേശ്വരൻ പുക്കാസയുടെ ഒക്കെ ആളായിരുന്നു. എരുമേലി പരമേശ്വരൻ പിള്ള എഴുതിയ ലേഖനത്തിൽ നിന്ന് പറയാം. ഇദ്ദേഹത്തിന് എരുമേലി പരമേശ്വരൻ പിള്ള കണ്ട കാര്യം പറയുക. അപ്പോൾ പ്രഭാകര സിദ്ധയോഗി പറഞ്ഞ കാര്യങ്ങൾ: എൻ്റെ ചെറുപ്പത്തിൽ ജലാലുദ്ദീൻ ഖിൽജി, അലാവുദ്ദീൻ ഖിൽജി ഇവരൊക്കെയാണ് ജീവിച്ചിരുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ അക്കാലമായതുകൊണ്ട് ഞാൻ അറബി പഠിച്ചു. ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടു. ബംഗാളിലുണ്ടായിരുന്നില്ലേ ചൈതന്യ മഹാപ്രഭു? ബ്രഹ്മസമാജത്തിൻ്റെ ഒക്കെ സ്ഥാപകനൊക്കെ ആയിരുന്ന ആളാണ് ചൈതന്യ മഹാപ്രഭു. കേരളത്തിലും വന്നിട്ടുണ്ട്, ശുചീന്ദ്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുമൊക്കെ. ബംഗാളിലൊരു വലിയ കഥാപാത്രമാണ്. രാമകൃഷ്ണ പരമഹംസർക്ക് മുമ്പ് ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടു. കൃഷ്ണദേവരായർ, തെന്നാലി രാമൻ എന്നിവരെ അറിയാം. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് ഇവരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അറിയാത്തവരല്ല ശിവജിയും ഗുരുനാനാക്കും. അദ്ദേഹം പറഞ്ഞതായിട്ട് എരുമേലി പരമേശ്വരൻ പിള്ള എഴുതിയിരിക്കുന്നു. അപ്പോൾ പിന്നെ മാർക്സിസ്റ്റുകൾക്ക് വിമർശിക്കാനായിട്ട് കോപ്പില്ല. പാലാ നാരായണൻ നായർ പറഞ്ഞിരിക്കുന്നു: ചെറിയ പ്രായം മുതൽ വാർദ്ധക്യം വരെ ഞാൻ പ്രഭാകര സിദ്ധയോഗിയെ കണ്ടിട്ടുണ്ട്. CR ഓമനക്കുട്ടൻ, മാർക്സിസ്റ്റ്, നമ്മുടെ എറണാകുളത്തെ മഹാരാജസിലെ പ്രൊഫസർ, തിരുനക്കരയിലെ അച്ഛൻ തിരുനക്കരയിൽ പ്രഭാകര സിദ്ധയോഗിയെ കണ്ടതായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഇപ്പോഴൊക്കെ എഴുതുന്ന ആകാശവാണിയിലൊക്കെ ജോലി ഉണ്ടായിരുന്ന, മനോരമയുടെ FM-ലോ മറ്റോ കുറച്ചു കാലം ഉണ്ടായിരുന്ന S. ഗോപാലകൃഷ്ണനില്ലേ, ശാരദക്കുട്ടിയുടെ ബ്രദർ S. ഗോപാലകൃഷ്ണന് നല്ല പരിചയമുണ്ട് പ്രഭാകര സിദ്ധയോഗിയെ. S. ഗോപാലകൃഷ്ണൻ 1970 ഗോപാലകൃഷ്ണൻ 5ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോൾ പ്രഭാകര സിദ്ധയോഗിയെ കണ്ടു. ഈ ഗോപാലകൃഷ്ണൻ്റെ അമ്മ പറഞ്ഞു, 5ാം ക്ലാസ്സിൽ പഠിക്കുക അന്ന് ഗോപാലകൃഷ്ണൻ. അമ്മൂമ്മ പറഞ്ഞു, എടാ നീ വേണമെങ്കിൽ പെട്ടെന്ന് പോയി കണ്ടോ, ആ തിരുനക്കര അമ്പലത്തിൻ്റെ അടുത്ത് കിഴക്കേ ആലും ചോട്ടിൽ പ്രഭാകര സിദ്ധയോഗി വന്നിരിപ്പുണ്ട്, 700 വയസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഗോപാലകൃഷ്ണൻ പോയി കണ്ടു. എനിക്കറിയാം, ആലറിയാം, അമ്പലത്തിൻ്റെ അവിടുത്തെ ആല് അവിടെ കണ്ടു. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്നൊരു പ്രഭാകര സിദ്ധയോഗിയെ കണ്ടില്ലേ തിരുനക്കരയിൽ. ഇപ്പോൾ ശങ്കരൻ കോവിലിൽ മരിച്ചില്ലേ കഴിഞ്ഞല്ലോ, അപ്പോൾ ചിത്രം വന്നു, പ്രഭാകര സിദ്ധയോഗിയുടെ ചിത്രം. ആളിനെ തന്നെയാണ് തിരുനക്കരയിൽ കണ്ടത് അന്ന്, ഈ ചിത്രത്തിലുള്ള ആളിനെ തന്നെയാണ് എന്ന് പറഞ്ഞു. കോട്ടയത്ത് ഒരു ഹോട്ടലിൻ്റെ അകത്ത് പ്രഭാകര സിദ്ധയോഗിയുടെ ചിത്രം ഉണ്ടെന്നാണ് പറയുന്നത്. ജനനം 1263, മരണം 1986. അടിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് 1263, 1986. MN ഗോവിന്ദൻ നായരില്ലേ, അഡ്വക്കേറ്റ്, സംവിധായകൻ അരവിന്ദൻ്റെ അച്ഛൻ, അഭിഭാഷകനാണ്, കോട്ടയത്തെ അഭിഭാഷകനായിരുന്നു അദ്ദേഹം. യതി എന്ന് പറഞ്ഞിട്ടൊരു ഈ പ്രഭാകര സിദ്ധയോഗിയെ കണ്ട അനുഭവത്തിൽ നിന്ന് യതി എന്ന് പറഞ്ഞിട്ടൊരു കഥ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുകയാണ്, ഈ പ്രഭാകര സിദ്ധയോഗി വീട്ടിൽ വന്നിരിക്കുമ്പോൾ ചില പർവ്വതാരോഹകർ വന്നിട്ട് ഹിമാലയത്തിൽ യതിയെ കണ്ട കഥ പറഞ്ഞു. അപ്പോൾ പ്രഭാകര സിദ്ധയോഗി ചോദിച്ചു, അവൻ നമ്മുടെ കൊച്ചുരാമനല്ലേ എന്ന് ചോദിച്ചു ഈ യതിയെ പറ്റി. 500 കൊല്ലം മുമ്പ് മാവേലിക്കരയിൽ നിന്ന് ഈ പ്രഭാകര സിദ്ധയോഗിയുടെ കൂടെ പോയ കൊച്ചുരാമൻ ഒരു പ്രത്യേക തരം മാജിക്കോ എന്തോ മാന്ത്രിക കൂൺ കഴിച്ചിട്ടേ ശരീരമൊക്കെ വലിപ്പം വെച്ചതാണ് ഈ യതിയായത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നമ്മുടെ കൊച്ചുരാമനാണ്
ഹൾക്കിൻ്റെ കഥ പറഞ്ഞ പോലെ ഉണ്ട് അല്ലേ? അതെ. ഇതാണ് ഈ മറ്റേ പ്രഭാകര സിദ്ധയോഗി പലപ്പോഴും ജനിക്കുന്നു, പക്ഷേ ഈ ശരീരം, ആത്മാവ് മരിക്കുന്നില്ല. നയനം ചിന്തന ശസ്ത്രാണി എന്നൊക്കെ പറഞ്ഞുള്ള ശ്ലോകങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. പക്ഷേ ആത്മാവ് മരിക്കുന്നില്ല, പക്ഷെ ശരീരം നശിച്ചു പോകും. അപ്പോൾ ഒരു പഴയ മുഷിഞ്ഞ വസ്ത്രം മാറുന്നത് പോലെ പുതിയ ദേഹത്തിലേക്ക് മാറുകയാണ്, കളിയാണ്. അതെ അതെ. അപ്പോൾ ശരീരം സമാധിസ്ഥനായി കഴിഞ്ഞിട്ട് ശരീരം ഉപേക്ഷിച്ച പിന്നെ ശരീരം എവിടെ നിന്ന് കിട്ടും? വേറെ ശരീരം സ്വീകരിച്ചാൽ മതിയല്ലോ. പക്ഷെ എല്ലാം സിമിലർ ആണ്, ഒരേപോലെ ആയിരിക്കും. ചിത്രമൊക്കെ കാണുമ്പോഴൊക്കെ സിമിലർ ആണ്. അപ്പോൾ ആ തിയറികളൊന്നും ശരിയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, കൂട് വിട്ട് കൂട് മാറുക എന്ന് പറഞ്ഞാൽ ജീവൻ വന്ന് വേറെ ശരീരത്തിൽ കയറിയിട്ട് ആ ശരീരത്തിൽ മറ്റൊരു ജീവൻ ജീവിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു. പക്ഷെ ഞാൻ എനിക്കിതിൻ്റെ അകത്ത് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല ഇതിങ്ങനെ വായിക്കുമ്പോൾ, ഇതിൻ്റെ പോസിബിലിറ്റിയെ പറ്റി. കാരണം ഈ യുക്തിക്കപ്പുറമുള്ള പലതും ഉണ്ടാകാമെന്ന് ഈ പുസ്തകങ്ങൾ, ധാരാളം പുസ്തകങ്ങൾ, ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗയിൽ ഹിമാലയത്തിലുള്ള 200 വയസ്സായ ഗുരുവിനെ പറ്റി കേട്ടിട്ടുണ്ട്. സ്വാമി രാമ എമംഗ് ദ ഹിമാലയൻ മാസ്റ്റേഴ്സ്, പിന്നെ ഹിമാലയത്തിൽ ധാരാളം ഗുരുക്കന്മാരെ കണ്ട ആർതർ ഓസ്ബോണോ അതുപോലുള്ള സായിപ്പന്മാരുടെ പുസ്തകത്തിലുമൊക്കെ ഈ 500 വയസ്സായ ആള്, ഇത്തരം ആളുകളുടെ ചിത്രങ്ങൾ പോലും ആ ഓട്ടോബയോഗ്രഫി ഒക്കെ ഭൂമിയിൽ നിന്നും മുകളിലേക്ക് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. എൻ്റെ പക്കലുണ്ട് ആ ബുക്ക്. സാർ, എൻ്റെ സംശയം, ഞാനിപ്പോൾ ഇത്രയും ഈ സമാധിയുടെ കാര്യം പറയുന്നത് വരെ ഞാൻ കരുതിയിരുന്നത് ആളുകളുടെ ആയുസ് നീട്ടിക്കൊടുത്ത് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ, ആന്തരാവയവങ്ങൾ വരെ പുനരുജ്ജീവിപ്പിക്കുന്നൊരു പ്രക്രിയ ഉണ്ടല്ലോ, കായകൽപ്പ ചികിത്സ. കായകൽപ്പം കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ കരുതിയത് പ്രഭാകര സിദ്ധയോഗി കായകൽപ്പ ചികിത്സയൊക്കെ ചെയ്ത് ജീവിതം നീട്ടിയെടുക്കുന്നതാണെന്ന് കരുതി. ഇപ്പം അങ്ങനെയല്ല, രണ്ടിടത്ത് സമാധിസ്ഥനായിട്ടുണ്ട്. 2 സമാധി കഥകൾ നമ്മുടെ പത്രങ്ങളിൽ വന്നിട്ടുണ്ടെന്നേ. അതിലിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എനിക്കത് കിട്ടുന്നില്ല. നമ്മൾ ഇതുവരെ ഓമല്ലൂരിൽ ഈ സ്ഥലത്തൊക്കെ ആളുകൾ ഇപ്പോഴും പൂജയൊക്കെ ആയിട്ട് കഴിയുന്നുണ്ട്. അതെ, ശങ്കരൻ കോവിലിൽ ആ തമിഴന്മാരും പൂജയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കഴിയുന്നുണ്ട്. കാരണം അപ്പോൾ ഈ ശങ്കരാചാര്യരുടെ സമാധിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഒന്ന് തൃശ്ശൂർ വടക്കുന്നാഥനിലുണ്ടെന്ന് പറയുന്നത്, പിന്നെ കാഞ്ചിയിലെ ഏകാംബരനാഥ ക്ഷേത്രത്തിന്റെ അകത്ത് അങ്ങനെയും പറയുന്നുണ്ട്. പിന്നെ മറ്റേ കാശ്മീരിലാണ് നടന്ന് സമാധിയായതെന്ന് അങ്ങനെയും ആളുകളുണ്ട്. കേദാർനാഥിലോ അങ്ങനെ പറ്റല്ലേ? അങ്ങനെ കേദാർനാഥിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു കൺഫ്യൂഷനാണ്. ഇപ്പോൾ ഈ ആചാര്യ സ്ഥാനത്തുണ്ടായിരുന്ന അവധൂതന്മാരെ പോലെ നടന്ന അമാനുഷ സിദ്ധിയുള്ള ആളുകളെ കുറിച്ചൊക്കെ കേൾക്കുന്നത്. നമ്മൾ ഗുരുവായൂരമ്പലത്തിൽ പോകുമ്പോൾ ഗുരുവായൂരമ്പലത്തിൻ്റെ മേൽക്കൂരയ്ക്ക് ഒരു ഭാഗത്ത് ഒരു ഓട്ടയുണ്ടല്ലോ. അതെ. അപ്പോൾ അത് പറഞ്ഞു കേട്ടിട്ടുള്ള കഥ ശരിയാണെന്ന് സാറെന്ന് പറഞ്ഞാൽ മതി. ശങ്കരാചാര്യർ ആചാര്യസ്വാമികളുടെ വായുമാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, കാരണം അന്നൊരു ചോദ്യമുണ്ട്, അന്ന് ഇത്രയും ഗതാഗത സൗകര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന കാലത്ത് എങ്ങനെയാണ് ആചാര്യസ്വാമികൾ കാശ്മീരം വരെ പോയി തിരിച്ചു വന്ന് എങ്ങനെയാണ്? 32 വയസ്സിൽ വരെയല്ലേ ജീവിച്ചുള്ളൂ. അപ്പോൾ ഒരു ജീവിതകാലം ഇത്രയും എടുത്ത് ദീർഘമായ യാത്ര എങ്ങനെ നടത്തിയെന്നൊരു ഉത്തരവായിട്ടാണ് ആകാശചാരിയായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഗുരുവായൂരമ്പലത്തിൻ്റെ മുകളിലെത്തിയപ്പോൾ ഗുരുവായൂരപ്പനെ അദ്ദേഹം മടങ്ങിയില്ല അത്രേ. അത് ഇഷ്ടപ്പെടാതിരുന്ന ഗുരുവായൂരപ്പൻ വലിച്ച് താഴെ കിട്ടു. ആ വന്നു വീണ സ്ഥലമാണ് ഇപ്പോഴും മറയ്ക്കാതെ വെച്ചിരിക്കുന്നത് എന്നൊരു വിശ്വാസമുണ്ട്. ശരിയാണോ? അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇതുപോലെ വേറെ ചില ഒരു ദ്വാരം പോലൊരു സ്ഥലവും ഇങ്ങനെ കാണിച്ചു തന്നു. ഇവിടെയാണ് മറ്റേ മേൽപ്പത്തൂര് ഇരുന്നത് എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ കണ്ടിട്ടില്ല, ഇത് ഞാൻ കണ്ടിട്ടില്ല. അത് ഇനി പോകുമ്പോൾ നോക്കിയാൽ മതി, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഈ ഞാൻ മൂകാംബികയിൽ പോയപ്പോൾ, മൂകാംബികയിൽ നമ്മൾ വല്ലപ്പോഴുമൊക്കെ ഇപ്പോൾ കുറച്ചായി പോയിട്ട് പോകുന്ന സമയത്തൊക്കെ അവിടെ സവിസ്തരം അവിടെ ക്ഷേത്രത്തിൽ നമ്മൾ വിശാലമായി അമ്മയെ കണ്ട് നിൽക്കാറുള്ളതാണ്. അപ്പോൾ എനിക്കൊരു തവണ ഒരു ഭാഗ്യമുണ്ടായി. മൂകാംബികയിൽ ആചാര്യ വന്നിരുന്ന സ്ഥലമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പുറകുഭാഗത്തായിട്ട്. ഒരിക്കൽ എനിക്കത് തുറന്ന് അതിനുള്ളിൽ കയറിയിരിക്കാൻ ഭാഗ്യമുണ്ടായി, ശങ്കരാചാര്യ സ്വാമികളിരുന്നത്. അപ്പോൾ ആചാര്യസ്വാമികൾ അവിടെ ഇരുന്നു. ആചാര്യരാണല്ലോ കൊല്ലൂരിൽ നിന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നത് കേരളത്തിലേക്ക്, നാട്ടിലേക്ക് കൊണ്ടുവരാൻ വന്നതാണ്. വനമായിരുന്നു, തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ സമീപത്തെത്തിയപ്പോഴത്തേക്ക് കാൽച്ചിലമ്പിൻ്റെ ശബ്ദം കേട്ടില്ല. തിരിഞ്ഞു നോക്കി, എന്താ പിന്നെ ഞാനിവിടെ എന്ന് പറഞ്ഞിരുന്ന. അപ്പോൾ ആചാര്യസ്വാമികൾ ഇരുന്ന സ്ഥലമുണ്ട് മൂകാംബിക ക്ഷേത്രത്തിനുള്ളിൽ. അത് നമുക്ക് അവിടെ കാണാം, അവിടെ നിന്ന് പുറത്തുനിന്ന് വരാം. ഒരു മഹാഭാഗ്യം പോലെ എനിക്ക് അതിനുള്ളിൽ കയറിയിരിക്കാൻ ഒരു തവണ അവസരം കിട്ടിയിരുന്നു. തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ഈ നായനാരുടെ ഒരു പ്രതിമയുണ്ട്, ശൈവസിദ്ധൻ. അദ്ദേഹം ആ ക്ഷേത്രത്തിൻ്റെ വളപ്പിൽ നിന്നാണ് സ്വർഗത്തിലേക്ക് പോയത്, ഒരു പ്രകാശമായിട്ട്. തിരുവഞ്ചിക്കുളത്ത്
തിരുവഞ്ചിക്കുളം. ഇപ്പം നമ്മൾ ഇവിടുന്ന് തൃശ്ശൂരേക്ക് പോകുന്ന കൊടുങ്ങല്ലൂർ പോകുമ്പോഴത്തേക്ക് പറവൂർ കഴിഞ്ഞ് പോകുമ്പോൾ വലതുഭാഗത്തുള്ള ക്ഷേത്രം പൗരാണികമായ ക്ഷേത്രം. അവിടെ ഞാൻ മറ്റ് ശിവക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ മറ്റൊന്ന് തോന്നിയിട്ടുണ്ട് സാർ. അവിടെ പള്ളിയറയുണ്ട്. ശിവപാർവതിമാർ രാത്രി ഒന്നിച്ച് ശയിക്കുന്ന പള്ളിയറ. അവിടെ നിന്നാണ് ഈ മറ്റത് ഒരു കള്ളക്കഥയാണല്ലോ. ഈ ചേരമാൻ പെരുമാൾ നബിയെ കണ്ടും പക്കത്ത് കള്ളക്കഥയാണ്. കാലം നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട്. അവിടെ നിന്ന് ഈ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് രഥം കൊണ്ടുപോയി എന്നാണ് ശരിയായ വിശ്വാസവും ഐതിഹ്യവും. അത് തിരുവഞ്ചിക്കുളമാണ്. അത് ആർക്കിയോളജിക്കൽ വകുപ്പിൻ്റെ കീഴിലാണ് തിരുവഞ്ചിക്കുളം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഈ എറണാകുളത്ത് നിന്ന് കൊടുങ്ങല്ലൂർ റൂട്ടിൽ പോകുമ്പോൾ വലതുഭാഗത്ത് കാണുന്ന തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു മഹാക്ഷേത്രമാണ്. ഞാൻ പലവണ പോകാറുണ്ട് ഈ ഐതിഹ്യങ്ങളിലോ. അതെ അതെ. പിന്നെ ആ വേണുജി ചാക്യാർകൂത്തിനെ പറ്റി എഴുതിയ ഒരു പുസ്തകത്തിൽ അവസാനത്തെ ചാക്യാര് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആഭരണങ്ങളൊക്കെ അവിടെ തൂക്കിയിട്ട് കാശിക്ക് പോകുന്ന മറ്റൊരു വിശ്വാസമുണ്ട്. തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ അവിടെ ഗംഗയുണ്ട്, ഒരു കുളം. അത് ഗംഗയാണ്. അതിലെ ജലം ഗംഗാ നദിയിലെ ജലമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ പ്രേക്ഷകരോട് ഇപ്പോൾ പറയുന്നത് നമുക്ക് വിശ്വസിക്കാനും അവിശ്വസനീയമെന്ന് തോന്നുന്ന അത്ഭുതം തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ പോയിട്ടില്ലാത്ത പ്രേക്ഷകർ എന്നെങ്കിലും ഒരിക്കൽ തിരുവഞ്ചിക്കുളത്തൊന്ന് പോകണം. അത് ദേവസ്വം ബോർഡിൻ്റെ കയ്യിലല്ല, അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ആ ക്ഷേത്രം പരിപാലിച്ചു പോരുന്നത്. ഏതായാലും എനിക്ക് പ്രഭാകര സിദ്ധയോഗിയിലേക്ക് വന്നാൽ അദ്ദേഹം ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ടാവുമോ? പ്രഭാകര സിദ്ധയോഗിക്ക് മരണമില്ലല്ലോ. കാരണം ഇതിപ്പോൾ ഞാൻ വെറുതെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് പൊട്ടനാണ്, ഇയാൾ ഭ്രാന്ത് പറയാമെന്ന് പറയും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വലിയ പത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ എത്ര സമാധി വന്നു കഴിഞ്ഞു. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന ആളുകൾ യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള എരുമേലി പരമേശ്വരൻ പിള്ളയെ പോലുള്ള ആളുകൾ വരെ ഗോപാലകൃഷ്ണനും ഒക്കെ ഇടതുപക്ഷത്തുള്ള ആളല്ലേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഇദ്ദേഹവുമായി സംസാരിച്ച ഇന്റർവ്യൂകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സി ആർ ഓമനക്കുട്ടൻ കണ്ടതാണ്, പാലാ നാരായണൻ നായർ. സി ആർ ഓമനക്കുട്ടനും CPM ആണ്. പല ഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ പ്രഭാകര സിദ്ധയോഗിയെ കണ്ടിരിക്കുന്നു. അതിന് മുമ്പ് കണ്ടവരും ഈ മറ്റക്കര രാമേന്ദ്രൻ നായരും പറഞ്ഞില്ലേ, അമൃതാനന്ദമയി വന്ന കാര്യം അറിഞ്ഞ ആൾ സിദ്ധയോഗിയാണ്. ഒരു വലിയ ഒരു ബാലഭദ്ര വന്നിരിക്കുന്നു, പൊട്ടിമുളച്ചിരിക്കുന്നു ഇവിടെ എന്ന് പറഞ്ഞത് പ്രഭാകര സിദ്ധയോഗിയെ കേരളത്തിന്റെ പല ഭാഗത്തും പല കാലത്ത് ആളുകൾ കണ്ടിട്ടുണ്ട്. അമ്മൂമ്മമാരെന്ന് പറയുമ്പോൾ വേറൊരു ജനറേഷൻ അല്ലേ. അമ്മൂമ്മമാര് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെ. ഏതായാലും കേരളം ശങ്കരനും ശ്രീനാരായണനും ഒക്കെ ശേഷം കണ്ട ഒരു മഹാസിദ്ധനാണ് പ്രഭാകര സിദ്ധയോഗി. നമുക്ക് മനസ്സുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് പ്രണമിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.